16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലായിരുന്നു വിശുദ്ധൻ വളർന്നു വന്നത്. ഇറ്റലിയിലെ ആ കാലഘട്ടം ജനങ്ങൾ വളരെയേറെ അശ്രദ്ധരും ധാർമ്മികമായി അധപതിച്ച നിലയിലും ഭോഗാസക്തിയിലും മുഴുകി ജീവിച്ചിരുന്ന നിലയിലായിരുന്നു. തനിക്കു ചുറ്റുമുള്ള പാപാവസ്ഥ അലോയ്സിയൂസ് കാണുകയും അതിൽ മനം മടുത്ത വിശുദ്ധൻ താൻ ഒരിക്കലും അതിൽ പങ്കുചേരുകയില്ലെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഒരു കുലീന കുടുംബത്തിലായിരുന്നു ജനനം എന്നതിനാൽ വിനോദങ്ങൾക്കായി അവന് ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുക എന്നത് മാത്രമായിരുന്നില്ല അലോയ്സിയൂസിന്റെ ആഗ്രഹം. ഒരു വിശുദ്ധനായി തീരുവാൻ കൂടി അവൻ ആഗ്രഹിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശുദ്ധൻ കാർക്കശ്യമുള്ളവനും യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തവനുമായിരുന്നു. നവോത്ഥാന കാലത്തെ ഇറ്റലിയിലെ പ്രസിദ്ധ കുടുംബങ്ങളിൽ ഒന്നായ ഗോൺസാഗസ് യുദ്ധവീരന്മാരുടെ കുടുംബമായിരുന്നു. ആ വംശത്തിലെ മുഴുവൻ പേരും മറ്റുള്ളവരെ കീഴടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തന്നെ കീഴടക്കുവാനാണ് വിശുദ്ധ അലോയ്സിയൂസ് ആഗ്രഹിച്ചത്. ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു അലോയ്സിയൂസിന്റെ ആഗ്രഹം. വിശുദ്ധന് 12-നും 13-നും ഇടയ്ക്ക് വയസ്സുള്ളപ്പോൾ തന്റെ ആത്മീയ ജീവിതത്തിന് തയ്യാറെടുക്കുവാൻ വേണ്ട ഒരു പദ്ധതി വിശുദ്ധൻ കണ്ടുപിടിച്ചു. രാത്രികളിൽ വിശുദ്ധൻ തന്റെ കിടക്കയിൽ നിന്നുമിറങ്ങി കല്ല് വിരിച്ച് തണുത്ത തറയിൽ മണിക്കൂറുകളോളം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും വിശുദ്ധൻ തന്റെ ശരീരത്തിൽ നായയുടെ തോൽവാ കൊണ്ട് സ്വയം പീഡനമേൽപ്പിക്കുമായിരുന്നു. സ്വന്തം ഇച്ഛാശക്തിയിലായിരുന്നു അലോയ്സിയൂസ് ഒരു വിശുദ്ധനാകുവാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഒരു സന്യാസാർത്ഥിയായി ജെസ്യൂട്ട് സഭയിൽ പ്രവേശിച്ചപ്പോഴാണ് വിശുദ്ധന് ഒരു ആത്മീയ നിയന്താവിനെ ലഭിച്ചത്. 1591 ജനുവരിയിൽ റോമിൽ ശക്തമായ പ്ലേഗ് ബാധയുണ്ടായി. നഗരത്തിലെ ആശുപത്രികൾ മുഴുവൻ പ്ലേഗ് ബാധിതരെ കൊണ്ട് നിറഞ്ഞു. വിശുദ്ധൻ യാതൊരു മടിയും കൂടാതെ റോമിലെ തെരുവുകളിലേക്ക് ഇറങ്ങി. തന്റെ സ്വന്തം ചുമലിൽ രോഗികളെയും മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും ആശുപത്രിയിൽ എത്തിച്ചു. അവൻ അവരെ വൃത്തിയാക്കുകയും അവർക്കായി കിടക്കകൾ കണ്ടെത്തുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. രോഗിയുമായുള്ള ഈ അടുത്ത ഇടപഴകൽ അപകടകരമായിരുന്നു. ആഴ്ചകൾക്കുള്ളിൽ അവന് പ്ലേഗ് രോഗം ബാധിക്കുകയും തന്റെ 23-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ മരണപ്പെടുകയും ചെയ്തു. രോഗികളിലും നിസ്സഹായരിലും മരണശയ്യയിലും കിടക്കുന്നവരിലും വിശുദ്ധ അലോയ്സിയൂസ് ക്രൂശിതനായ യേശുവിനെ ദർശിച്ച് സ്വർഗീയ സമ്മാനത്തിന് അർഹനായി.